നാളികേര ഉൽപ്പാദനത്തിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ. ആസിയാൻ കരാറിൽ രാജ്യം ഒപ്പിട്ടതോടെ ശ്രീലങ്ക, ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വിവിധ തരം എണ്ണകളും തേങ്ങയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വൻതോതിൽ ഇറക്കുമതി ചെയ്യാൻ ആരംഭിച്ചു. ശരാശരി 500 കോടി രൂപയുടെ നാളികേര ഉൽപ്പന്നങ്ങൾ പ്രതിവർഷം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. വെളിച്ചെണ്ണ, തേങ്ങാപ്പിണ്ണാക്ക്, തേങ്ങാപ്പാൽ, കൊപ്ര തുടങ്ങിയവയാണ് പ്രധാന ഇറക്കുമതി. നാളികേരത്തിൻ്റെ 100ഓളം വിദേശ നിർമ്മിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഇന്ത്യൻ വിപണിയിലുണ്ട്. വെളിച്ചെണ്ണയുടെയും കൊപ്രയുടെയും വിപണി മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മുടെ കേര കർഷകർക്ക് ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. പാം ഓയിൽ ഇറക്കുന്നത് പോലും ഞങ്ങളെ വളരെ ആയിട്ട് ബാധിക്കുകയാണ്. വെളിച്ചെണ്ണ ഇറക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാളികേരം ഉണ്ടായിരുന്നത് നല്ല നാളികേരം, കാമ്പുള്ളത്, എണ്ണയുള്ള നാളികേരം എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തു നിന്നും ഇങ്ങോട്ട് വരുന്ന ഒരവസ്ഥ പോലും ഉണ്ടായ സാഹചര്യത്തിൽ നാളികേര കർഷകർ ശരിക്കും ഒരു പേടിയോടുകൂടി തന്നെയാണ് ജീവിക്കുന്നത്. ഇന്ത്യയെ അപേക്ഷിച്ച് തായ്ലൻഡ്, ഫിലിപ്പൈൻസ് തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ ഉൽപ്പാദന ചെലവ് കുറവാണ്. നാളികേരത്തിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന മാരിക്കോ അടക്കമുള്ള കമ്പനികൾ ഇത്തരം രാഷ്ട്രങ്ങളിൽ ഉൽപ്പാദന യൂണിറ്റുകൾ തുടങ്ങിയത് കേര കർഷകർക്ക് മറ്റൊരു തിരിച്ചടിയായി. നീര പോലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് കേര കർഷകന് കൂടുതൽ വരുമാനമുണ്ടാക്കാനുള്ള പരിശ്രമങ്ങൾ ഇനിയും ലക്ഷ്യത്തിലെത്തിയിട്ടുമില്ല. ഫലത്തിൽ ആസിയാൻ കരാറിൻ്റെ സാധ്യത ഉപയോഗിക്കാൻ കേര കർഷകർ പ്രാപ്തരായില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ ആഘാതം ഏറ്റുവാങ്ങേണ്ടിയും വന്നു എന്നതാണ് ഇന്ത്യൻ വിപണിയിലെ അനുഭവം. MK ഷുക്കൂർ, മീഡിയ 1, കോഴിക്കോട്.